ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനാവണം. നിനക്ക് എത്ര വട്ട എന്നൊരു ചോദിക്കും. കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നുകുരി കിട്ടും. ഫസ്റ്റ് 3000 രൂപ നമുക്ക് കിട്ടുന്നത് കഴിഞ്ഞ ഡിസംബറിൽ പ്രോഫിറ്റ് സീറോ എന്ന് പ്ലസ് ആയി. ഫസ്റ്റ് ഞങ്ങൾ 0 ആയിരുന്നു. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഒരാളെ കാണാണ്ടൊക്കെ കാശ് കൊടുക്കുന്നത്? അവസ്ഥ രക്ഷപ്പെടണമെന്നുള്ള മൈൻഡ്. ഹലോ ഗൈസ്, എൻ്റെ പേര് തോഫീഖ്, ഇത് തൻസീൽ, എൻ്റെ പാർട്ണറാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. കൃത്യം 1 വർഷത്തിനുള്ളിൽ ഈ വീട് മാറ്റിയിട്ട് ഇതേ സ്ഥാനത്ത് എൻ്റെ ആഗ്രഹങ്ങൾക്കുള്ള ഒരു വീട് ഞാൻ പണിതിരിക്കും. അതെന്തിനെന്ന് പറയാൻ, എങ്ങനെ പണിയും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നന്നായിട്ട് ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവരുടെ ഈ വീഡിയോ, അതായത് ഇങ്ങനെ ഒരു വീഡിയോ, ഒരു പയ്യൻ കുറേ സ്ഥലങ്ങൾ കാണിച്ച് എന്നിട്ടൊരു പൊട്ടിപ്പൊളിഞ്ഞൊരു വീട് കാണിച്ചിട്ട് പറഞ്ഞപ്പം ഞാൻ ആലോചിച്ചു, ഇത്രയും കോൺഫിഡൻറ്റോട് കൂടി ഒരാൾ പറയണമെങ്കിൽ അയാൾക്ക് അത്രയും കഷ്ടപ്പെടാനുള്ള ഒരു മൈൻഡ് ഉണ്ടെന്നാണ്. അപ്പൊ നിങ്ങള് ഞങ്ങളെ കൊഴുത്ത് വേണമെന്നല്ലേ? അപ്പം എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ഞാൻ കണ്ടിരുന്നു 2-3 റീല് കണ്ടിരുന്നു. ക്ലോത്തിങ് ബിസിനസ് അല്ലേ? ഫാഷൻ ബിസിനസ്. ഫാഷനാണ്. ക്ലോത്തിങ് ബ്രാൻഡായിട്ട് ഒതുങ്ങുന്നതല്ല, ഒരു സ്റ്റാർട്ടിങ് എവിടെയെങ്കിലും ഒരു തുടക്കം വേണമല്ലോ. അങ്ങനെ ക്ലോത്തിങ് ബ്രാൻഡായിട്ട് തുടങ്ങി ഒരു ഫാഷൻ ബ്രാൻഡായിട്ട് വളർത്തി അങ്ങനെയാണ് മൈൻഡ് സെറ്റ്. അപ്പൊ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ കറന്റ് ഞങ്ങൾ ടീഷർട്ട് അതിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഞങ്ങളുടേതായിട്ടുള്ളത് തന്നെ ഓൾറെഡി ഉള്ള ഡിസൈൻസ് ഉണ്ട്. അങ്ങനെ കുറെ എക്സ്ക്ലൂസീവ് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് എത്തിക്കുന്നുണ്ട്. കസ്റ്റമൈസേഷനിൽ അവർക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇല്ലെങ്കിൽ അവർ പറയുന്ന രീതിക്ക് ഒരു ഡിസൈൻ സെറ്റ് ചെയ്ത് അത് ഞങ്ങൾ കസ്റ്റമേഴ്സിന് എത്തിക്കുക എന്നുള്ളതാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് അല്ലേ സ്ഥലം, അതല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, ഇപ്പോൾ ഒരു നിങ്ങളെപ്പോലെ 10-24 വയസ്സുള്ള ഒരു കുഞ്ഞുങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര മൂലധനമാണ് ഏറ്റവും വലുത്. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഓൺലൈനിൽ ഒരുപാട് ബിസിനസ് ഉണ്ട്. അത് വലിയ എമൗണ്ട് വേണ്ട, എന്നാലും ഒരു 5000 രൂപയെങ്കിലും വേണം. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ക്ലോത്തിങ് ബ്രാൻഡിന്റെ തുടക്കം? ഞങ്ങൾ കുറച്ച് ആൾക്കാരത്ത് ചോദിച്ചു. എന്നത് ചോദിച്ചു? ഇതേപോലെ ഒരു ആവശ്യത്തിനാണ് ഫണ്ട് ഉണ്ടാവുമെന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെ കിട്ടാതായി. പിന്നെ ചിലർ തന്ന് സഹായിച്ചവരുണ്ട്, ചെറിയ തുകയൊക്കെ തന്ന് സഹായിച്ചവരുണ്ട്. ആദ്യം ബിസിനസ്സിലേക്ക് നമ്മളൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് പോലെ സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങി സെറ്റ് ചെയ്യണമെന്നായിരുന്നു പ്ലാൻ. അപ്പൊ അതിനായിട്ട് ഫണ്ട് തികയാത്തതുകൊണ്ട് അതിന് വേണ്ടി ഞങ്ങൾ ബിരിയാണി കച്ചവടം തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ്. അപ്പൊ അതിന് എത്രയായിരുന്നു എമൗണ്ട്? മീൻസ് ആദ്യം സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് തുടങ്ങണം, അല്ലെ ചെറിയ ഫാക്ടറി തുടങ്ങണം എന്നുള്ളതിന് ഈ മെഷീൻസ് കാര്യങ്ങളെല്ലാം ഒരു 3 ലക്ഷം ആ ഒരു റേഞ്ച് വരത്തുള്ളൂ. പക്ഷെ അത് ഒരുമിച്ച് എടുക്കാനില്ലാത്തത് കൊണ്ട് ഫസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ക്യാഷ് ഫ്ലോ വരുത്തിയിട്ട് ചെയ്യാനായിരുന്നു. അങ്ങനെ ടെക്നോ പാർക്കിൽ അവിടെ ഒരു ബിരിയാണി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് കുറച്ച് ഫണ്ടൊക്കെ ഒപ്പിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഇതേപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു സംഭവം വരുന്നത്. ഒരു പുള്ളി എൻ്റെ ഫ്രണ്ട് തന്നെ, അവൻ ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്ത് ലൈക്ക് അവന് പൈസ കിട്ടി, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ തന്നെ. അപ്പോൾ ഞങ്ങളും അവനെയാണ് കൂടുതൽ ഫണ്ട് ഇറക്കിയത് ആക്ച്വലി. ഇതിന് നമ്മളെല്ലാവരും കൂടി ഉള്ള ഫണ്ടൊക്കെ ചേർത്ത് അതിൽ കൊണ്ടുവന്നിട്ട് ഫസ്റ്റത്തെ ചെറിയൊരു റിട്ടേൺ കിട്ടി. പിന്നീടായപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു വിവരമില്ല. പെട്ടെന്ന് എല്ലാവരെയും റിമൂവ് ചെയ്യുന്നു, ബ്ലോക്ക് ആവുന്നു. ബിരിയാണി കട അല്ല, ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ കേസ്. അതായത് ഞങ്ങള് കുറച്ച് ക്യാഷ് കൊടുത്തായിരുന്നല്ലോ, അതിൽ നിന്ന് ഫസ്റ്റത്തെ ഒരു റിട്ടേൺസ് കിട്ടിയിട്ട് ബാക്കി ഫണ്ടും പോയി. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഒരാളെ കാണാണ്ടൊക്കെ കാശ് കൊടുക്കുന്നത്? അവസ്ഥ രക്ഷപ്പെടണമെന്നുള്ള മൈൻഡ്. കൊച്ചു പയ്യന്മാരല്ലേ, എക്സ്പീരിയൻസ് ഇല്ല. സോ ഫസ്റ്റ് ഒരു അബദ്ധത്തിൽ പോയി ചാടി. അതിന്റെ കൂടെ ഇച്ചിരി കൂടെ ഒപ്പിച്ചിരുന്നെങ്കിൽ മറ്റേ തുടങ്ങാറുണ്ടല്ലോ. റിട്ടേൺ കിട്ടിയപ്പോഴത്തേക്കിനും ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ ചെയ്യാം. നമ്മള് അപ്പൊ ഈ കാശ് ഉണ്ടാക്കണം, രക്ഷപ്പെടണം, ആ ഒരു മൈൻഡ് സെറ്റ് അല്ലേ. അപ്പൊ എങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ പണി കളിക്കും. അത് അത്രേ ഉള്ളൂ. ആണല്ലേ? അതിനുശേഷം പിന്നെ എങ്ങനെയാ വീണ്ടും? അതിനുശേഷം പിന്നെ ഈ കടങ്ങളൊക്കെ തീർക്കാനായിട്ട് ഞാൻ ഓൾറെഡി ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരനാണ്. അപ്പം പിന്നീട് ബിസിനസ് ഇതിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സാധനം വന്നപ്പോൾ പിന്നെ നമ്മളെല്ലാം കൂടി വീണ്ടും ഡെലിവറി പണികളായിട്ട്. എന്തൊക്കെ പണികളാണ് ഡെലിവറി? മെയിൻ ആയിട്ട് ഡെലിവറി. അത്ര ഫ്ലെക്സിബിൾ ആയിട്ട് വേറെ ജോലി, പിന്നെ അല്ലാണ്ട് ഏതെങ്കിലും ഇവന്റ് വർക്കുകളൊക്കെ ഉണ്ട്. ഇവന്റെ ചേട്ടൻ ഇവന്റ് വർക്കിനൊക്കെ പോകുന്ന പുള്ളിയാണ്. അപ്പൊ ആ പുള്ളിയുടെ കോൺടാക്ട് വെച്ചിട്ട് ഞങ്ങള് മറ്റേ കോളൻ, ലീല, UST അവിടെയൊക്കെയുള്ള ഇവന്റ് വർക്കുകളെല്ലാം എടുത്ത് ചെയ്യും. കാറ്ററിംഗ്, ഇവന്റ് ഹോസ്റ്റിംഗ് ഒക്കെ സംഭവം നമുക്ക് അതാണെങ്കിൽ പാർട്ട് ടൈം ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ബിസിനസ് ഫോക്കസ് ചെയ്യാൻ ടൈം കിട്ടണമെന്നുള്ളത് മെയിൻലി ഞങ്ങളൊരു ഈവനിങ് റേഞ്ച് ബ്ലിങ്കിറ്റ് ഓടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഈ പറയുന്ന വീക്കെൻഡ്സ് ഒക്കെ നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഇതേപോലെ ഇവന്റ് പരിപാടി അങ്ങനെ ആയിട്ടാണ്. ഓക്കെ. ഇപ്പൊ ഈ 2 ലക്ഷം നിങ്ങൾക്ക് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളത് ഉണ്ടാക്കാൻ ഒരു 100 പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്താ പറയാ, ആശിച്ചൊരു ബിരിയാണി കഴിക്കാൻ, അതാണല്ലോ ഒരു ഇത്ര നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ഷെയ്ക്ക്, ഒരു ബിരിയാണി, അത് കഴിക്കാനുള്ള ഒരു കാശോട് മാറ്റി വെച്ചിട്ടാണല്ലോ കൊണ്ടുപോയത്. അപ്പം ആ പോയപ്പം ഇത് ബിസിനസ് നമുക്ക് സെറ്റ് ആവില്ലടാ എന്നൊരു മൈൻഡ് സെറ്റ് വന്നു? അതോ എന്ത് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു അടി കിട്ടിയപ്പോഴത്തേക്കിനും നമ്മൾ വിചാരിച്ച് പെട്ട്
വീട്ടുകാരുടെ അടുത്തൊക്കെ പറയാം, ഇങ്ങനെ പോയി എന്ന് പറയാം. പക്ഷെ ആദ്യം ആ ഒരു പേടി കാരണം നമ്മൾ മറച്ചു വയ്ക്കാനാണ് നോക്കിയത്. അങ്ങനെ ഫണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്നൊക്കെ ഒപ്പിക്കുന്നു. ഇതേപോലെ തന്നെ പണി ചെയ്തും അല്ലാണ്ടൊക്കെ ഒപ്പിച്ച് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് പിടിച്ച് നിൽക്കാൻ നോക്കി. പക്ഷെ കയ്യിൽ നിന്ന് ഇല്ലാതായപ്പോൾ, അത് കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോൾ നമ്മൾ വീട്ടുകാരത്തൊക്കെ പറഞ്ഞ് ലെവൽ ചെയ്ത് ഇതേപോലെ കുറച്ച് ക്യാഷ് പോയി, സ്വന്തം കടങ്ങളും കാര്യങ്ങളും. അപ്പൊ പിന്നെ കുറച്ചൊക്കെ സഹായിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവരിതൊക്കെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടി. പിന്നെ അതിനുശേഷം പിന്നെ നമ്മളെന്തായാലും ഇതിന്റെ പിറകെയാണെന്നുള്ളത് അവർ മനസ്സിലായി. അപ്പൊ പിന്നെ നിങ്ങൾ പഠിത്തം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ വന്നാണോ, അതോ വേറെ ജോലി അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഓഫീസ് ജോലി അങ്ങനെ വല്ല എന്തെങ്കിലും പോയിരുന്നു? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട്, അതായത് ഡിഗ്രി ഞാൻ കമ്പ്യൂട്ടർ ആൻഡ് ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് PSC പഠിക്കാം എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷെ PSC എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവില്ല. പഠിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്തോ അവിടെ എന്തോ ഒരു കുറവുള്ള പോലെ ഫീൽ ചെയ്തു. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ ഇവന്റെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ഇവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ പുള്ളി, നമ്മൾ 4 പേരുണ്ടായിരുന്നു ഫസ്റ്റ്, പിന്നെ അതിൽ നിന്ന് 3 പേരായി. അപ്പൊ ഇവനും മറ്റേ 2 പേരുമായിട്ടാണ് ഡിസ്കസ് ചെയ്യണം. ഇവര് 3 പേര്, ഇവനും മറ്റേ 2 പേര്, അങ്ങനെ ടോട്ടൽ 3 പേരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഏറ്റവും അവസാനം വന്ന ആളാണ്. അപ്പൊ ഇവര് 3 പേരും കൂടെ ഡീൽ ചെയ്യുന്നു. അപ്പൊ എന്റെ അടുത്ത് ഇതേപോലെ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും കൊള്ളാം, എന്തോ ഒരു കണക്ഷൻ ഫീൽ ചെയ്ത്, കൊള്ളാം സംഭവം കൊള്ളാം. ഞാനും കൊണ്ട് ഇറങ്ങി, നമ്മൾ 4 പേരും കൂടെ തുടങ്ങി. പരിപാടി ഇങ്ങനെയൊക്കെ ആയി. ആണ്. ഇപ്പൊ എങ്ങനെ നിങ്ങൾ ഇത് എടുത്തിട്ടുണ്ടോ, വല്ല ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ടോ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? സംഭവം നമുക്ക് ഹരിയാന ഞങ്ങൾ ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന യൂണിറ്റുകളെ തപ്പി, മാനുഫാക്ചറിംഗ് യൂണിറ്റുകളെ. അതായത് നിങ്ങളുടെ മനസ്സിലെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്തിട്ട് തുണികൾ ഇനിഷ്യലി കസ്റ്റമൈസ് ചെയ്തോ അല്ലാതെയോ നമ്മുടെ ഓൺ ഡിസൈനോ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. അപ്പം നമ്മൾ പറയുന്ന ഈ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മാനുഫാക്ചറിനെ തപ്പി കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെ കുറേ തപ്പി, കുറേ സാമ്പിൾസ് ഒക്കെ വാങ്ങി ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി ഒക്കെ നോക്കിയ ശേഷം 1-2 പേരെയൊക്കെ ഓക്കെ ആയി. അതിൽ നിന്ന് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഡിസൈൻസ് അയച്ചു കൊടുക്കുക, അവർ പ്രിന്റ് ചെയ്തെടുത്ത് തരുമോ, നമ്മളത് കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യുക, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അവസാനം വന്ന് അവരുടെ ഈ ഹരിയാനയിലാണ് ഞങ്ങൾ ഇപ്പോൾ യൂണിറ്റ് ഉള്ളത്. അപ്പോൾ അവിടെ ഒരു വലിയ യൂണിറ്റാണ്. അപ്പം അവർക്ക് ഒരു 2-3 മെഷീൻസ് കൂടുതലായിട്ടുണ്ട്. ഓക്കെ. അപ്പം ഞങ്ങൾ ഓൾറെഡി അവരുടെ നിന്ന് റിപ്പീറ്റ് ആയിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊരു ഓഫർ വെച്ച്, ലൈക്ക് ഈ മെഷീൻസും കാര്യങ്ങളും നമുക്ക് ഇങ്ങനെയാണ്, ഇത്ര കമ്മീഷൻ ബേസിൽ ഇത്ര പ്രൊഡക്റ്റ് ഞങ്ങൾ തരാം, ഇത്ര മാസത്തേക്ക് ഞങ്ങൾക്ക് ഇത് തരുമോ, നമ്മുടെ പേരിൽ തരാമെന്ന് അവർ ഓക്കെ പറഞ്ഞു സെറ്റ് ചെയ്യും. അപ്പൊ ഹരിയാനയിൽ നിന്ന് അതും കൊണ്ടുവന്നു? ഇല്ല, ഞങ്ങൾ അവരെ പറയും, അവർ തന്നെ സെറ്റ് ചെയ്യും, അവർ തന്നെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് കൊടുക്കും. ഞങ്ങൾക്ക് അവിടെ ഒരു ടീമുണ്ട് ഇതിനു വേണ്ടി. ഓക്കെ. അപ്പൊ ആരാണ് ഈ ഹരിയാനയൊക്കെ കണ്ടുപിടിച്ചും ഇതൊക്കെ എല്ലാരും ഉണ്ട്? അല്ല, അതിലൊരു റീൽ ഉണ്ടല്ലോ, നിങ്ങൾ വൈറലായ ഒരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടപ്പോൾ അയാൾ കുറെ പ്രോഡക്റ്റ് കാണിച്ചു, നിങ്ങൾക്ക് അത്ഭുതം തോന്നി. പക്ഷെ അയാൾ കുറെ ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തിയും കൂടെ തന്നു. അത് എല്ലാവരും ഒന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ എനിക്ക് ബിസിനസ് ഉണ്ട്, എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ പരിചയപ്പെടുത്തുന്നത് നിർബന്ധമില്ല, മനസ്സിലായി. പക്ഷെ പുള്ളി നിങ്ങൾ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ നമ്മളായിട്ടാണ് പലയിടത്തും ചെന്നിട്ടുണ്ട്. പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തത് അത് വളരെ അത് ഫസ്റ്റ് അത് ഭഗവതി ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ, അത് ഇപ്പോൾ യൂഷ്വലി കേരളത്തിലുള്ള ഈ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന മിക്ക ആൾക്കാർക്കും തിരുപ്പൂരായിരിക്കും ഫസ്റ്റ് ചോയ്സ്. അവിടുത്തെ ഒരു 1 ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫാബ്രിക് മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് ഈ ഭഗവതി എന്ന് പറയുന്നത്. ഞങ്ങൾ അവസാനം ഫസ്റ്റ് ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ തിരുപ്പൂര് പോയത്. അങ്ങനെ കണ്ട് കുറേ മാനുഫാക്ചേഴ്സിനൊക്കെ കയറി തപ്പിയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല അവസാനം വരെ. അവസാനം ലാസ്റ്റ് തിരിച്ചു പോവാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് കയ്യിൽ ഈ ഒരു പുള്ളിക്കാരൻ്റെ കാർഡ് എന്തോ കിട്ടി, എങ്കിൽ ലാസ്റ്റ് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് പോയി. പുള്ളിക്കാരൻ ഇവനും പിന്നെ വേറൊരു പുള്ളിക്കാരനുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പുറത്തിരുന്നു. ഞാൻ അകത്തിരുന്ന അണ്ണൻ്റെ ചുമ്മാ കാര്യങ്ങളൊക്കെ തിരക്കി വീട്ടിലെ വിശേഷങ്ങൾ എപ്പോഴൊക്കെയാണ് തുടങ്ങിയത്. ചുമ്മാ പുള്ളിക്കാരൻ 14ാമത്തെ വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ്. അപ്പം ഒരു 14ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് ആ തിരുപ്പൂരിൽ ഫാബ്രിക്കിന്റെ ഒരു എംപയർ തന്നെ പുള്ളിക്കുണ്ട്, ഒരു ഡോണ് കണക്ക്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്താ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെയാണ് തമ്പി 14 വയസ്സിൽ തുടങ്ങിയാണ് സെറ്റപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അണ്ണാ ഇതേപോലെയാണ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇങ്ങനെയാണ് അവസ്ഥയൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഒരു ഇങ്ങനെ 2 കറക്കിയിട്ട് വിളിച്ചിട്ട് ഇതുവരെ ഇങ്ങ് വരാൻ പറഞ്ഞു. അത് നമ്മളടുത്ത് കൊണ്ടുപോയി. ഒരു പുള്ളിക്കാരൻ നിങ്ങൾ പറഞ്ഞ കണക്കത്തെ ഒരു യൂണിറ്റ് പുള്ളിയുടെ അടുത്തുണ്ട്, പുള്ളി കാണിച്ചു തരും, കൂടെ പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പുള്ളിയുടെ വണ്ടിയിൽ കയറി പുള്ളിയുടെ യൂണിറ്റിൽ പോയി. ആ യൂണിറ്റിനാണ് ആ വീഡിയോയിലുള്ളത്. അതിനുശേഷം പുള്ളി ഞങ്ങൾക്ക് വേറൊരാളെ പരിചയപ്പെടുത്തി തന്നു, ഫീമെയിൽസിന്റെ ഡ്രസ്സ് പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പുള്ളിയുടെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ആ പുള്ളി വേറൊരാളെ കണക്ട് ചെയ്ത് തന്നു. അങ്ങനെ ഒരു
അവസാനം 5 മണിക്ക് തിരിച്ചു വരാമെന്ന ഞങ്ങൾ രാത്രി ഒരു 9-10 മണി വരെ ഇങ്ങനെ ഓരോരുത്തർ കണക്ട് ചെയ്ത് തന്ന ആൾക്കാരെ പരിചയം. അപ്പോൾ ഒരു ഭയങ്കര കോൺഫിഡന്റ് ബിൽഡ് ചെയ്തില്ലേ? ഇൻസ്പിറേഷൻ ആയിരുന്നു. അത് നമുക്ക് മനസ്സിലാവും. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുന്നോടം വരെ നമുക്ക് ഒന്നും അറിയത്തില്ല, ഇരുട്ടി തപ്പണ അവസ്ഥയായിരിക്കും. പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കും നടക്കുന്നത്. സത്യം. നമ്മളിപ്പം ഇപ്പൊ ഹെൽപ്പ് ചെയ്യാനായാലും നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാനായാലും നമ്മൾ ഇന്ന ആൾക്കാരൊക്കെ നമുക്ക് ഉണ്ടാവും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ആ എല്ലാവരും നമുക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത് ഈ ബിസിനസ് തുടങ്ങി ഇതുവരെ എത്തുന്നത് വരെ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. ഇവര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത്, പക്ഷെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ അവരായിരിക്കും. അങ്ങനത്തെ കുറെ പേര്, എല്ലാരും അല്ല എന്നാലും അങ്ങനെയാണല്ലോ, അങ്ങനെ ആവണല്ലോ, എങ്കിലല്ലേ നമുക്ക് കുറച്ചും കൂടെ പുതിയ ലോകത്തിലേക്ക് കണക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നവർ തന്നെ ഹെൽപ്പ് ചെയ്താലേ വീണ്ടും ആ സർക്കിള് ചെറുതായി പോവാണല്ലോ. അത് അവിടെ ചെന്ന് കണ്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എങ്ങനെ പോകുന്നു? സ്റ്റാർട്ട് ചെയ്തിട്ട് കുഴപ്പമില്ല. ഞങ്ങള് ഒഫീഷ്യലി, അതായത് ജനുവരി തൊട്ടേ, കഴിഞ്ഞ വർഷം ജനുവരി തൊട്ടേ ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൽ തുടങ്ങിയ സമയത്ത് അറിയാലേ, ഫസ്റ്റ് തുടങ്ങുന്ന കഴിഞ്ഞ ജനുവരി, അപ്പൊ ഇപ്പൊ 1 വർഷം കഴിഞ്ഞല്ലോ. അല്ലെ, തുടങ്ങി മീൻസ് രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം തുടങ്ങി വെച്ച്, എന്നിട്ട് ചെറുതായിട്ട് ഫസ്റ്റത്തെ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ സാമ്പിൾസ് ഒക്കെ വാങ്ങിച്ചിട്ട് ചെറിയ രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അതപ്പോ എങ്ങനെ ആൾക്കാർക്ക് നിങ്ങൾ ഓർഡർ കൊടുക്കുന്നത്? ഓൺലൈനായിട്ട്. ആക്ച്വലി നമുക്ക് തുടക്കത്തിൽ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, യദു എന്ന് പറയും, ഇൻഫ്ലുവൻസറാ. പുള്ളിക്കാരൻ പ്രൊമോഷൻ ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. അപ്പൊ അതിൽ എൻക്വയറീസ് വന്നു. നമ്മൾ ഈ എൻക്വയറീസ് വെച്ച് നേരെ എടുത്ത് നമ്മൾ ഡയറക്റ്റ് സെല്ലിങ് പോയില്ല, ഇൻവെസ്റ്ററിന്റെ അടുത്ത് പിച്ച് ചെയ്തു. നമ്മളെ പ്ലാൻ ഫുൾ ആയിട്ട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ പുള്ളിക്കാരനെ നമുക്ക് ആദ്യം കോൺഫിഡൻസ് ചെയ്ത് പ്ലാൻ കൊള്ളാം, ഇത്രയാണ്, നിങ്ങൾക്ക് ഇത്ര ശതമാനം ഇക്വിറ്റിക്ക് ഞങ്ങൾ ഇങ്ങനെ ചെയ്തുതരാം, പക്ഷെ നമുക്ക് നമ്പേഴ്സ് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നമ്പേഴ്സ് വേണമെന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ചാൻസ് തന്നിട്ട് പുള്ളിക്കാരന് പല കണക്ഷൻസ് എന്ന് ആ ഒരു ഇത് വന്നതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാം എന്ന രീതിയിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത്. അവിടെ നിന്ന് നമ്മൾ ഏകദേശം ഇനി വരെ എത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫെബ്രുവരി ഒക്കെ ആയി നമ്മൾ ഇൻവെസ്റ്ററിനെ പിച്ച് ചെയ്തിട്ട്. അത് കഴിഞ്ഞ് തിരുപ്പൂര് പോകുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ മാർച്ച്, ഏപ്രിൽ, മെയ് ആയി ഏകദേശം സ്റ്റാർട്ട് ആയപ്പോൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ആയത്. ഇതിനു മുമ്പ് ചെറിയ രീതിയിൽ അല്ലാതൊക്കെ മെറ്റാഡ് റണ്ണിങ്ങും അങ്ങനെയൊക്കെ ഓട്ടിക്കാൻ നോക്കി, കയ്യിന്നൊക്കെ പോയി. കാരണം നമ്മളിത് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഇഷ്യൂ വന്നു. ഇത് ആക്ച്വലി ഒരു ട്രസ്റ്റിന്റെ ബേസിൽ കൊടുത്തതാ. നമ്മളെ ഫ്രണ്ട് പറഞ്ഞു, വിശ്വാസത്തിന്റെ പുറത്ത് കൊണ്ട് ഫണ്ട് കൊടുത്തതാ. അത് പോയി. അപ്പൊ അതിന്റെ ഒരു ബാധ്യത ഇങ്ങനെ ടാലിയാക്കി വന്നപ്പം നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അടുത്തിനി വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റ് ചെയ്യാൻ ഫണ്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയി. പുള്ളിക്കാരന്റെ ഉമ്മ നമുക്ക് ഉമ്മാരെ പേരിൽ ഒരു ഫോൺ എടുത്തു, ഐഫോൺ എടുത്തു. എന്നിട്ട് പറഞ്ഞാൽ അതിനെ വിറ്റ് ആ പൈസ വെച്ച് മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ നേരെ എടുത്തു, ഫോൺ ലുലു നടക്കുന്നത് എടുത്ത് നേരെ കൊണ്ട് നന്നായിട്ട് തന്നെ സെല്ല് ചെയ്തു. ആ പൈസ എടുത്ത് മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. 2 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന് കൊടുത്തു. രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫണ്ട് അത്രയും വീണ്ടും വേസ്റ്റ് ആയി. അതിൽ അടവും വന്നു. ഫസ്റ്റത്തെ പുള്ളി അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. പക്ഷെ രണ്ടാമത്തെ പുള്ളി അവർ ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് നല്ല ഔട്ടും തരുന്നുണ്ട്. പിന്നെ അവർക്ക് കുറച്ചും കൂടിയൊക്കെ പ്രീമിയം ആയിട്ടുള്ള ആ പുള്ളിക്ക് ഞങ്ങളുടെ അവസ്ഥ അറിയാം. രണ്ടാമത്തെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനുള്ള പുള്ളിക്ക് ഞങ്ങളുടെ അവസ്ഥ അറിയാം. അപ്പോൾ പുള്ളി യൂഷ്വലി ചെയ്യാത്ത രീതിയിൽ നമുക്കായിട്ട് ഒരു പ്രത്യേകം ബഡ്ജറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യണം മക്കളെ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തു. അപ്പോൾ തുടക്കത്തിൽ കുറേ ഷൂട്ടൊക്കെ ഓക്കെ ആയിപ്പോയി. പുള്ളി നല്ല രീതിക്ക് കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യും. സോ കുറച്ച് പ്രീമിയം കസ്റ്റമേഴ്സും അങ്ങനെയുള്ളവരൊക്കെ വന്നപ്പോൾ പുള്ളിക്ക് ഷെഡ്യൂൾ എല്ലാം കൂടി ടൈറ്റായി. അപ്പോൾ നമ്മളെ കാര്യത്തിൽ കുറച്ച് കണ്ടന്റ് ഡിലേ ഒക്കെ വന്ന സമയത്ത് നമ്മൾ പുള്ളിയോട് സംസാരിച്ച് കൈ കൊടുത്ത് ഓക്കെ ആക്കി പിരിഞ്ഞു. അതിനുശേഷം ആ മാർക്കറ്റിംഗിൽ നിന്നൊക്കെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, പുള്ളിയുടെ കൂടെ നടന്നതും, ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കുക, ഷൂട്ട് ചെയ്യുക. മോഡല് അല്ല, ആക്ച്വലി മോഡലിംഗ് ആയിരുന്നു. പിന്നെ ഫുള്ളി ഇതിലോട്ട് ഇറങ്ങാൻ പറ്റൂലല്ലോ, കാരണം മാർക്കറ്റിംഗ് ഒരാൾ നോക്കണം. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഈ പ്ലാനിങ് കാര്യങ്ങൾ ഗ്രോത്ത് ഒക്കെ നോക്കണ്ടേ. അപ്പൊ ആ ഒരു സൈഡാണ് മെയിൻ ആയിട്ട് ഞാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും വരാതെ ഇങ്ങനെ നിൽക്കുന്നത്. പുള്ളിക്കാരനാണ് മാർക്കറ്റിംഗ് സൈഡ്, ഡിജിറ്റൽ സൈഡ് ഫുള്ള് പുള്ളിയാണ്. കണ്ടന്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം? നന്നായിട്ടുണ്ടോ? ഒരു മാസം ബിസിനസ് തുടങ്ങിയിട്ട് ഡിസംബർ വരെ ഈ ലോസ് ഇല്ലെങ്കിൽ ഈ ഫണ്ടൊക്കെ വരുന്നത് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോവാണല്ലോ. അപ്പൊ ലോസ് ഇല്ലെങ്കിൽ നോ ലോസ് നോ പ്രോഫിറ്റ്, 0 അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഡിസംബർ ആയപ്പോൾ ഞങ്ങളുടെ അടവ് കാര്യങ്ങളെല്ലാം തീർന്നിട്ട് ഫസ്റ്റ് 3000 രൂപ നമുക്ക് കിട്ടുന്നത് കഴിഞ്ഞ ഡിസംബറിൽ പ്രോഫിറ്റ് ആയി. 0 പ്ലസ് ആയി. ഫസ്റ്റ് ഞങ്ങൾ 0 ആയിരുന്നു. അവിടുന്ന് കയ്യിൽ നിന്ന് പൈസ 2.5 ലക്ഷം പോയി, മൈനസ് ആയി 0 ആക്കി, ഇപ്പൊ പ്ലസ് ആയി. അപ്പം ഈ ക്ലോത്തിങ് ബ്രാൻഡ് ഇപ്പോൾ ഓൺലൈനാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ എങ്ങനെയാണത് ഓൺലൈനിൽ നിങ്ങളുടെ സൈറ്റിലേക്ക് വന്നിട്ട്? വെബ്സൈറ്റ് ഉണ്ട്. അല്ലാണ്ട് ഞങ്ങളിപ്പോൾ കണ്ടന്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ കണ്ടന്റ് കണ്ടിട്ട് യൂഷ്വലി ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കും. ഈ ഇൻസ്റ്റയിൽ തന്നെ മെസ്സേജ് അയക്കും. അവരെന്താണോ റിക്വയർമെന്റ്സ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് നേരെ വാട്സപ്പിലോട്ട് അവരെ കൊണ്ടുവന്ന് ഡിസൈൻ അയക്കുക, പിന്നെ ഡിസൈൻ ചെയ്യിപ്പിച്ച് അവർക്കിപ്പം
ചിലർക്ക് ഡിസൈൻ ഒന്നും ഉണ്ടാകത്തില്ല, ഒരു ഐഡിയ മാത്രമേ കാണുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നാൽ മതി, ഞാൻ ഡിസൈൻ സെറ്റ് ചെയ്ത് കൊടുക്കും. ഡിസൈൻ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതിനുവേണ്ടി പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പോലും അറിയത്തില്ല. പക്ഷെ ഇപ്പം വീഡിയോ ക്യാമറയിൽ സ്റ്റുഡിയോ എടുത്തിട്ട് വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ഞാനാണ്. എഡിറ്റിംഗ് ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷെ ഇങ്ങനത്തെ രീതിയിലുള്ള എഡിറ്റിംഗ് ഞാൻ പഠിച്ചതും ഇതെല്ലാം ചെയ്യുന്ന ഫോണിലാണ്. വീഡിയോ എടുക്കുന്ന മാത്രം ക്യാമറയിൽ, എഡിറ്റ് ചെയ്യുന്നതെല്ലാം ഇവന്റെ ഫോണിലാണ് എഡിറ്റ് ചെയ്യണം. ഓക്കെ, അതിൽ എഡിറ്റ് ചെയ്ത് പാട്ട് കയറ്റി, പിന്നെ ഇപ്പോ എന്റെ വീഡിയോ കണ്ടിട്ടല്ലേ വിളിച്ചത്. ആ വീഡിയോ എടുക്കാൻ ഞാൻ പഠിച്ചത് പോലും ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ഈ ഡിസൈൻ ഇപ്പൊ അന്ന് അവിടെ ചെന്നപ്പോ കുറെ യുണീക്ക് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു ഡിസൈൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുറച്ച് ഐഡിയ വരുമല്ലോ, നമ്മളുടേതായ ഒരു യുണീക്നെസ് നമുക്ക്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഈ കഴിഞ്ഞിടെ ഒരു മുണ്ട് കണ്ടായിരുന്നു, ഡബിൾ മുണ്ട്, ഇരുട്ടത്ത് തിളങ്ങുന്ന മുണ്ട് ഒരിടയ്ക്ക് ഇറങ്ങിയായിരുന്നു. അതൊക്കെ ഒരു ഐഡിയ ആണ്, മനസ്സിലായോ? അപ്പൊ ആടിന്റെ മുണ്ട് ഇറങ്ങിയതിന് ഡബിൾ ആയിട്ടുള്ളത് അപ്പുറം ഇപ്പുറം. അതിനുശേഷം ഈ കഴിഞ്ഞിട്ട് ഇറങ്ങിയത് സൈഡിൽ കൂടെ ഇങ്ങനെ വർക്കുള്ള മുണ്ട്. ചിന്തിക്കാൻ റെഡി ആയിട്ടുള്ളവരെ മനസ്സിൽ മാത്രം അങ്ങനത്തെ ഐഡിയാസ്. എങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയത് ഐഡിയാസ് വന്നിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ഞങ്ങൾ കറന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടീഷർട്ടാണ്. പക്ഷെ ഇതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാനുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന ഡിസൈൻസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വരുത്താൻ പറ്റും. ഓക്കെ, അത് ഞങ്ങളുടേതായിട്ടുള്ള പറഞ്ഞല്ലോ, തുടക്കക്കാരാണ്, തുടങ്ങിയിട്ട് 1 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആ എക്സ്പീരിയൻസിൽ നിന്നിട്ട് കൊടുക്കാൻ പറ്റുന്ന ചേഞ്ചസ് കാര്യങ്ങൾ, ഡിസൈൻ ആയാലും പ്രൊഡക്റ്റ് ആയാലും എങ്ങനെയെങ്കിലൊക്കെ ഒരു മാറ്റം വരും. നമ്മളൊരു യുണീക്ക് ഫീച്ചർ അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് അത് കിട്ടണമെന്നില്ല. പക്ഷെ നമുക്കത് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവേണ്ട കാര്യമില്ല. പക്ഷെ അത് പതിയെ പതിയെ. അല്ല, അപ്പൊ ഈ പറയുന്ന നിങ്ങളിത് അപ്പത്തേക്ക് ഹരിയാനയിലേക്ക് പറയോ? അവരാണോ ഡിസൈൻ സെറ്റ് ചെയ്തത്? അല്ല, ഞങ്ങൾ ഡിസൈൻ ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും. അവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ അറിയുന്ന ഫാബ്രിക് സോഴ്സ് ചെയ്യുക, നമ്മൾ പറയുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്യുക, നമ്മൾ പറയുന്ന ഡിസൈൻ അതിൽ കൊടുക്കുക, ഷിപ്പ് ചെയ്യുക. അപ്പൊ ഈ ഷിപ്പിംഗ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബൾക്കായിട്ട് കൊടുത്തെങ്കിലല്ലേ നിങ്ങൾക്ക് ലാഭമുള്ളൂ? ബൾക്കായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കസ്റ്റമൈസേഷനിലെ കാര്യത്തിൽ നമ്മൾ ബൾക്കായിട്ട് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രൊഡക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വരുന്ന DTF പ്രിന്റിങ് ഇപ്പൊ കറന്റ് ചെയ്യുന്ന DTF പ്രിന്റിംഗ് ആണ്. കസ്റ്റമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസിന്റെ കേസിൽ, അപ്പൊ അതൊരു മെഷീൻ ഉണ്ട്, പ്രൊഡക്റ്റ് ഓൾറെഡി ഉണ്ടല്ലോ, എടുക്കുക, പ്രിന്റ് ചെയ്യുക, കൊടുക്കുക. ബൾക്കായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ച് ഫാബ്രിക് മാറ്റാനായാലും ഡിസൈനിങ്, ഇപ്പൊ DTF എന്ന് പറഞ്ഞില്ല, അതൊരു പ്രിന്റിംഗ് മെത്തേഡാണ്. അങ്ങനെ അല്ലാണ്ട് വേറെ സ്ക്രീൻ പ്രിന്റിംഗ് മെത്തേഡ് ഉണ്ട്, DTG ഉണ്ട്, എംബ്രോയിഡറി ഉണ്ട്. അങ്ങനെ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഏത് ടൈപ്പാണ് ചെയ്തത്. ഈ ജേഴ്സി പോലുള്ള അങ്ങനത്തേക്ക് വരുമ്പോൾ സിംഗിൾ പീസ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയി. അല്ല, ഞാൻ ചോദിക്കാം, അതാണല്ലോ മാസമായിട്ട് പോകുന്നതുള്ളത്. ഇപ്പൊ എവിടെയെങ്കിലൊക്കെ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞു കാറ്ററിംഗിന് പോകുന്നത്, കാറ്ററിംഗിന് യൂണിഫോം, അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഓൺലൈനിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പം ചിലപ്പം തുണിയുടെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ മീഡിയം ആണോ അല്ലെങ്കിൽ XL ആണെന്ന് വിചാരിക്കും. ഞാൻ XL ഓർഡർ ചെയ്താൽ പക്ഷെ ചിലപ്പോൾ അത് അല്ലെങ്കിൽ ലാർജ് ഓർഡർ ചെയ്താൽ അത് ചിലപ്പോൾ മീഡിയം ആവാറുണ്ട്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് ചില കുർത്തീസ് L മതി, പക്ഷെ ചിലത് എനിക്ക് XL വേണം. അപ്പൊ നമ്മൾ ഓൺലൈനിൽ XL ആണ് L ആണെന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ മാറിപ്പോകും. ഞങ്ങളുടെ മനസ്സിലായി, ഞങ്ങളുടെ ഓരോ പ്രൊഡക്റ്റിനും സ്ലീവിന് എത്ര ലെങ്ത് വരും, ഇതിന് എത്ര ലെങ്ത് വരും എന്നുള്ളത് മെൻഷൻ ചെയ്ത് ഓൾറെഡി ഒരു ചാർട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പേ കസ്റ്റമർ അത് കണ്ട് അവരത് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ആ സൈസിലോട്ട് നമ്മൾ പോവുള്ളൂ. ഇനി അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് അങ്ങനെ അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ഇതുവരെ അങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടില്ല. പിന്നെ അല്ലാണ്ട് സൈസും എൻ്റെയർലി മാറിപ്പോയി. ഇപ്പൊ XL ഓർഡർ ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ L പോകാറുണ്ട്, അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യും. എത്ര ദിവസം കൊണ്ട് ഓർഡർ ചെയ്താൽ നിങ്ങൾ കൊടുക്കുന്നത്? കസ്റ്റമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ 5 to 9 വർക്കിംഗ് ഡേയ്സ് എടുക്കും. കാരണം കസ്റ്റമൈസേഷൻ ആണല്ലോ, ഡിസൈൻ ഒക്കെ സെറ്റ് ചെയ്ത് അയച്ചു അതിൻ്റെതായിട്ടുള്ള സമയം വേണ്ടി വരും. പിന്നെ അല്ലാണ്ട് ബൾക്കായിട്ടൊക്കെ ഉള്ള ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓർഡേഴ്സിന്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഡേറ്റ് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ബനിയനിലെ നിൽക്കുകയാണ്, ഇനി എന്താണ് നെക്സ്റ്റ്? ബനിയനിൽ നിന്നില്ലല്ലോ, ഞങ്ങള് ബനിയനിൽ നിന്ന് മാറി ഇപ്പൊ ജാക്കറ്റിലോട്ട് കയറി. വേഴ്സിറ്റി ജാക്കറ്റ്, വിൻഷീറ്റർ, വിഞ്ചർ ജാക്കറ്റ്, ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്, ചെറിയ ഗ്രോത്ത് ആണ്, എന്നാലും ഗ്രോത്ത് ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതിലാണ്. അപ്പം ബനിയൻ, ടീഷർട്ട്, ഓവർസൈസ്ഡ് ടീഷർട്ട്, സ്വെറ്റ് ഷർട്ട് അങ്ങനെയൊക്കെ മാറിയിട്ട് അതുകൊണ്ട് അതിന്റെ കൂടെ ഇപ്പം വിന്റർ ജാക്കറ്റ്, വേഴ്സിറ്റി ജാക്കറ്റ്, വിൻഷീറ്റർ. അപ്പം ഈ പറയുന്ന വീട് വെക്കും എന്നൊരു കോൺഫിഡൻറ്റോടെ കൂടി പറയണ, അത് ഈ ഇപ്പൊ പറയുന്ന 0-ൽ എത്തിയപ്പോഴാണോ ആ കോൺഫിഡൻറ്റ് ഉണ്ടായത്? പ്ലസ് ഞാൻ വീടൊക്കെ പണ്ട് തൊട്ടേ ഉണ്ട്. ഞാൻ ലൈക്ക്
എന്ന് ഞാൻ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയോ, ഇല്ലെങ്കിൽ അതെന്റെ വീടാണ്, ഓക്കെ. പക്ഷെ അതിന് ശേഷം പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പം ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതല്ല, ഇല്ലെങ്കിൽ ഇതുപോലും ഇല്ലാത്തവരുണ്ടില്ല. അല്ല ശരിയാണ്, ഞാനും കുറേ നാളുകൾക്ക് ശേഷമാണ് കട്ട വെച്ച മണ്ണ് തേച്ചൊരു വീട് കാണുന്നത്. പക്ഷെ നല്ല സുഖമുള്ള കട. അല്ല, ഞാൻ കുറേ നാളുകൾക്ക് ശേഷം, എൻ്റെ ചെറുതിലെ എൻ്റെ വീട് അങ്ങനെയായിരുന്നു. പിന്നീട് നമ്മൾ മാറുമെടുക്കുക തിരിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ മാറിയല്ലോ. പക്ഷെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കട്ട വെച്ചത്. മറ്റേ ചുടുകട്ട ഹോളോ ബ്രിക്സ് അല്ലേ, ഹോളോ ബ്രിക്സ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെ മണ്ണുകട്ട കാണുന്നത് അതിന്റെ ഒരു പ്രത്യേക നല്ല രസമാണ്. വർഷങ്ങളായിട്ടുള്ള വീടാണ് അത്. എന്നെക്കാളും പ്രായമുണ്ട് ആ വീടിന്. എനിക്ക് വലിയ പ്രായമല്ലേ, അത്യാവശ്യം ഒരു 10-25-30 കൊല്ലം. ആ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ എങ്ങനെ ഇതേ സാഹചര്യത്തിലാണോ ജീവിക്കുന്നത്? അതല്ല, ഫാമിലിയാണ്. എന്റെ വീട്ടിൽ കുറച്ച് കുട്ടികളൊക്കെ കാണിക്കും, അതൊക്കെ മാമന്റെയും അവരുടെ മക്കളുടെ മക്കളൊക്കെയാണ്. ഒരു മെയിൻ ഒരു വീടുണ്ട്, കൂട്ടുകുടുംബം പോലെ ആയിരുന്നു. പിന്നെ കല്യാണം കഴിച്ച് ചെറുമക്കളൊക്കെ കല്യാണം കഴിച്ച് പോകുന്നതിനനുസരിച്ച് ആ കോമ്പൗണ്ടിനകത്ത് തന്നെ കുറച്ച് വീടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡന്റ് പുറത്താണ്. ഇപ്പൊ ഈ ബിസിനസ് തുടങ്ങിയതിന് ശേഷം ആദ്യം പണിയുന്ന ഫസ്റ്റ് ടാർഗറ്റ് വീടാണ്. ബിസിനസ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ടാർഗറ്റ് വീടല്ല, ഫസ്റ്റ് ടാർഗറ്റ് എല്ലാ കടകളും തീർക്കണം. ഒരു മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടം എന്ന് പറയുന്ന സാധനം എനിക്ക് തീരെ ഇഷ്ടമല്ല. ഈ കടം ലൈക്ക് ഞാൻ ലൂപ്പിനകത്ത് കിടന്ന് വളർന്ന ഒരാളാണ്. ഇപ്പോഴും എൻ്റെ അമ്മയായാലും അപ്പുറത്തുപ്പുറത്ത് വീട്ടിലെ എൻ്റെ അങ്കിളും ഞാൻ പറഞ്ഞില്ലേ, ഇവരെല്ലാവരും ഈ കടത്തിൻ്റെ ലൂപ്പിനകത്താണ്. ലോൺ എടുക്കുക, ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് വല്ല സ്വർണ്ണം ഉണ്ടെങ്കിൽ വിൽക്കുക, ഇല്ലെങ്കിൽ പണയം വെക്കുക, ഈ പണയം അടയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ലോൺ എടുക്കുക. അങ്ങനെ ഈ ഒരു ലൂപ്പിനകത്ത് കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യണം. ഈ കടമില്ലാത്ത ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഫസ്റ്റത്തെ. ഇനി അത് ആ മൺകട്ട ഇട്ട വീട്ടിലാണെങ്കിൽ പോലും കടമില്ലാത്ത, ഓക്കെ ഇനി ഒരു അടവും ഇല്ല, വരുന്നത് ഫുള്ള് കയ്യിലാണ് എന്നുള്ള ആ ഒരു രീതിയിൽ അവിടെ ഒരു ദിവസം കിട്ടാണ് ഫസ്റ്റ് ടാർഗറ്റ്. അതിനുശേഷം ഞാൻ വീടിൻ്റെ പണി തുടങ്ങുള്ളൂ. ഇയാൾക്ക് അങ്ങനെ ആഗ്രഹമില്ലേ? ഇവന്റെ ആഗ്രഹം ഭയങ്കര വലുതാണോ? ഭയങ്കര വലുതാണ്. എന്താണ്? ഇതുപോലത്തെ ആഗ്രഹമൊന്നുമില്ല. ഇതുപോലത്തെ ആഗ്രഹമൊന്നുമില്ല. പിന്നെ ഇന്റർനാഷണൽ മോഡൽ മോഡലിംഗ് ആഗ്രഹമുണ്ട്. പിന്നെ ഇതിന്റെ ബാക്കി വന്നപ്പോ അത് 1 ഇയർ ഏകദേശം ഗ്യാപ്പായി. അതിപ്പോ ഒരു കംബാക്ക് ചെറിയ പ്ലാൻ ഉണ്ട്. പിന്നെ ബിസിനസിന്റെ ഇത് വെച്ചിട്ട് അറിയത്തില്ല, ഡിപ്പെൻസ് ആണ്. പിന്നെ ആ മോഡലിംഗ് അസഫോൾ ഉണ്ട്. മെയിൻലി ബിസിനസ് എന്ന ഫീൽഡിൽ വളരണം, അതാണ് ഏറ്റവും വലിയ. അതേ വിശ്വാസമുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പണക്കാരനാവണം, ബിസിനസ്മാൻ ആവണം. മറ്റേ ഒരു സിനിമയൊക്കെ സുരാജ് അംബാനിയെക്കാളും മേലെ ആണല്ലേ? അല്ല, ഞാൻ തമാശ വരുന്നല്ല. നമ്മള് ഒരുപാട് പേര്, ഇപ്പൊ ഞാനൊരു ഇന്റർവ്യൂല് തമാശ പോലെ നമ്മൾ പറഞ്ഞു, പക്ഷെ നമ്മളെ ഒരുപാട് പേര് കളിയാക്കും, പരിഹസിക്കും, വീഴും. ചേച്ചി, ഈ ആഗ്രഹങ്ങൾ കേട്ട് മറ്റുള്ളവർ കളിയാക്കി ചിരിക്കണം. കാരണം അവരെ കൊണ്ട് അത് പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ അവർക്ക് തമാശയായിട്ട് തോന്നുന്നു. അങ്ങനത്തെ ആഗ്രഹങ്ങളാണ് ആക്ച്വലി ആവശ്യമുള്ളത്. ഞാൻ പറയുന്നത് മനസ്സിലായി. കാരണം നിനക്കെന്താ വട്ട എന്നവർ ചോദിക്കണം. അങ്ങനെ ഇപ്പൊ കേട്ടിട്ടില്ല, കുന്നോളം ആഗ്രഹിച്ചാല് കുന്നുകുരു എങ്ങനെ കിട്ടും? കുന്നല്ല ഇത്, അതിനേക്കാൾ അപ്പുറം എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ട് കുന്ന് കിട്ടണം. ഈ കുന്നിന് വേണ്ടിയിട്ട് അത്രയും കുന്നോളം പണിയെടുക്കുന്നുണ്ടോ? കുന്നോളം പണി ഓരോ ദിവസം കഴിയും തോറും ഇത്ര അല്ല, ഇത് കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു തലയ്ക്കകത്ത് എത്ര ചെയ്താലും മതിയാവും. നിങ്ങൾക്ക് ഓഫീസും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല, വീട്ട് ഡ്രസ്സിലാണ് ചെയ്തിരിക്കുന്നത്. വീട്ട് ഡ്രസ്സിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ടൈമിങ്, നിങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്? എല്ലാം ഓൺലൈനിൽ തന്നെയാണോ? എല്ലാം ഓൺലൈൻ. ഇനിയിപ്പോൾ അല്ലാതെ ആരെങ്കിലും ഒക്കെ നമ്മൾ പ്രൊഡക്റ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പിൾസ് അവർക്ക് അയച്ചു കൊടുക്കും. കാനഡയിലൊക്കെ ഇതേപോലെ ബൾക്ക് ഓർഡേഴ്സ് കിട്ടാൻ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പുള്ളി ചോദിച്ചായിരുന്നു. അപ്പം നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു കൊടുത്തു. കേട്ടത്. ഇപ്പം നിങ്ങൾക്കൊരു ഷോപ്പ് ഇടണം അങ്ങനെയൊക്കെ, കാരണം തിരുവനന്തപുരത്ത് മണക്കാട് മറ്റേ ഹോൾസെയിൽ കുറെ കടകളുണ്ട്. ഞാൻ വൺസ് ഒരിക്കലും അവിടെ പോയിട്ടുണ്ട്. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ കടകളെല്ലാം. അപ്പൊ അതുപോലെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ആക്ച്വലി ഷോപ്പിന്റെ പ്ലാൻ ഉണ്ട്. ഷോപ്പ് അതൊരു ഔട്ട്ഫിറ്റ് ഡെസ്റ്റിനേഷൻ എന്ന രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം ഒരു ക്ലോത്തിങ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ എല്ലാവരും കാണുന്ന തുണിക്കട, ആ ഒരു ഇതാണ്. ആക്ച്വലി നമ്മളെ പ്ലാൻ അങ്ങനെ അല്ല. ഫാഷന്റെ ഒരു എംപയർ, നേരത്തെ പറഞ്ഞ പോലെ അതിങ്ങനെ ഗ്രോത്ത് ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങും. അപ്പം ഷോപ്പുണ്ട്, അത് ഔട്ട്ലെറ്റ് വരുമ്പം ടിപ്പിക്കൽ ഷോപ്പ് ടൈപ്പ് അല്ല, നമ്മൾ അത് വേറൊരു ടൈപ്പിൽ ചെയ്യാൻ അങ്ങനെ ഭയങ്കര പ്ലാൻ ആയിട്ടുണ്ട്. നമുക്ക് ഉടനെ തുടങ്ങണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. പിന്നെ ഇതേപോലെ ഗ്രോത്ത് വരുന്നതനുസരിച്ച് നോക്കുന്നുണ്ട്. ഇതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്ററായിട്ട് പിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ കറന്റ് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്ററിനെ കാണിക്കാനുള്ള നമ്പേഴ്സിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. ചെറിയൊരു നമ്പറാണ്.
അപ്പോൾ നമ്മൾ അത് ഗ്രോത്ത് എത്തിക്കുക, കൂടെ ഇൻവെസ്റ്ററിനെ പിച്ച് ചെയ്യുക എന്ന രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിപ്പം ബിസിനസ് ചെയ്യണം, നമുക്ക് റോളിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഡെലിവറിയോ? പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ഇവന്റിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇന്നലെയും പോയിരുന്നു. ഇന്നലെയും പോയിട്ട് രാവിലെ ഇങ്ങോട്ട് വരുന്നത്. ഇന്നലെ രാത്രി 12 മണിയൊക്കെ ആയപ്പോൾ വർക്ക് കഴിഞ്ഞ് വീടെത്തി. 4 മണിക്ക് ഉറക്കം എണീറ്റ് 4:30 ട്രെയിൻ കയറേണ്ടത്, അല്ല 4:30 വണ്ടി എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടതാണ്. ഒരു 6 മിനിറ്റ് താമസിച്ച് പോയാലാണ് ഫസ്റ്റ് ട്രെയിൻ പോയത്. ഓക്കെ. അങ്ങനെ ട്രെയിനിൽ കയറി ഇവിടെ വന്ന് ഈ ഗ്യാപ്പിൽ ഒരു 4 മണിക്കൂർ ഉറക്കം ചേച്ചിക്ക് തരാനുള്ള ഗിഫ്റ്റ് എടുക്കാൻ പറഞ്ഞു. അതൊന്നും പറയാം. അയ്യോ, അതൊന്നും എനിക്ക് വേണ്ട. ഗിഫ്റ്റ് അല്ല, നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും അംബിഷൻസ് ഉണ്ട്. എനിക്ക് അംബിഷൻ ഉണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ ഇരുന്നിട്ട് കാല് നീട്ടുക എന്നുള്ളൊരിതുണ്ട്. ഞാൻ ഈ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് 1 year ആണെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞങ്ങളിത് തുടങ്ങിയത് ഇതുപോലെ തന്നെ. ഈ പറയുന്ന ഈ സാധനങ്ങൾ മുഴുവൻ ഈ ലൈറ്റ് അടക്കുന്നത് തലേ ചുമന്ന് പല സ്ഥലങ്ങളിലും പോയേക്കുന്നത്. ട്രെയിനിൽ ഞങ്ങൾ 3 ദിവസവും 4 ദിവസവും കോഴിക്കോട് ട്രിപ്പിന് പോകും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് 3 ദിവസം സ്റ്റേയിങ് ആ. ഒരു 7-8ഓളം ബാഗ് ഉണ്ടാവും. നമ്മുടെ ഡ്രസ്സ് മാത്രമല്ല, ഡ്രസ്സ് പിന്നെ ഒരു ദിവസം ഇല്ല. പക്ഷെ നീ കണ്ടില്ല, ഓരോ ദിവസം ഡ്രസ്സ് മാറണം. ലഗേജുകൾ, ട്രൈപോഡ് എല്ലാം എടുത്തിട്ട് നമ്മൾ ചുറ്റിയിട്ട് അന്ന് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, എന്തെങ്കിലും ഒരിക്കലും എനിക്ക് ഇതുപോലെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ആളുകൾ ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ എനിക്കിവിടെ റിലാക്സ് ചെയ്യാം. ഉണ്ടാക്കി. അപ്പം ഞാൻ പറഞ്ഞത് ഡ്രീംസ് ഉണ്ടാവണം. നമ്മളത് ഈ പറഞ്ഞ പോലെ പൈസ മുടക്കുമ്പോൾ ഭയങ്കരമായിട്ടും ചിന്തിക്കണം. എന്ത് കാര്യത്തിനും പൈസ മുടക്കുമ്പോൾ, ബിസിനസ് എന്ന് പറഞ്ഞാൽ പൈസ മുടക്കി പൈസ മേടിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ നിങ്ങൾ ആദ്യം കാണിച്ച പോലെ അബദ്ധങ്ങളിൽ പെടരുത്. കാരണം നിങ്ങളുടെ ഇൻവെസ്റ്റർ വരുമ്പോൾ നിങ്ങളുടെ കാലിബർ നമ്മൾ വായുകൊണ്ട് പറയുന്നതല്ല, നമ്മളത് പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ നമ്മളത് കാണിച്ചു. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഫാഷൻ സ്റ്റോർ ഭയങ്കര ഒരു എനിക്കത് ഞാൻ ആ മൈൻഡ് സെറ്റിൽ കണ്ടത്, നാളെ ഒരു കാലത്ത് ഇവിടെ ഒരു ഫാഷൻ ഷോ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റോറിൽ അത് കിട്ടുമെന്ന് പറയപ്പെടണം. ഒരു റെഫറൻസ്. ഞാൻ അതാണ് ചിന്തിച്ചത്. ഞാനത് പറഞ്ഞപ്പോൾ അതാണ് എൻ്റെ മൈൻഡിലേക്ക് വന്നത്. കാരണം എല്ലാവരും കസ്റ്റമൈസേഷൻ ആണ്. അതാ പറഞ്ഞേ, കസ്റ്റമൈസേഷൻ ആണ്. എങ്കിൽ കൂടി നിങ്ങളുടെ അടുത്ത് ചെന്നാൽ അത് കിട്ടും എന്ന് പറയപ്പെടുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ വളരട്ടെ. ഇപ്പോൾ ഒരുപാട് ഓൺലൈൻകാർ ഡിലേ പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന പ്രോഡക്റ്റിന് മിസ്റ്റേക്ക് പറയുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നത്? മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? അതിപ്പോ ഡിസൈനിങ്ങിന്റെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയുന്ന സൈസ് ആ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ വലിയ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പം അവരെ കസ്റ്റമർ പറയും ചെറിയ സൈസിൽ ചെയ്താൽ മതി എന്ന് പറയും. പക്ഷെ പ്രൊഡക്റ്റിന് അത് മാച്ച് ആവത്തില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് കസ്റ്റമറിന് അത് വേണ്ടാന്ന് പറയും. ചെറുത് തന്നെ മതി, പ്രൊഡക്റ്റ് എത്തിയ ശേഷം അവർക്ക് അത് പറയുന്ന. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മളത് പ്രൊഡക്റ്റ് എടുക്കുക, തിരിച്ചു കൊടുക്കുക, അങ്ങനത്തത്. അല്ലാണ്ട് നേരത്തെ പറഞ്ഞില്ലേ സൈസിന്റെ വിഷയം, അതുപോലെ വരിക. അപ്പൊ നമ്മളതൊക്കെ റീപ്ലേസ് ചെയ്യും. കസ്റ്റമറൊക്കെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? അതെനിക്ക് തരാത്തോണ്ടാ. ചീത്ത വിളിച്ചിട്ടൊന്നുമില്ല. അവര് നമ്മള് ഇപ്പം ലൈക്ക് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതിയിലാണ് അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. ഒരു കസ്റ്റമർ ഇല്ലെങ്കിൽ ഒരു സ്റ്റാഫ്, ഓണർ, അങ്ങനത്തെ ഒരു. വീട്ടിലെങ്ങനെയാണ് സപ്പോർട്ട് രണ്ടുപേരുടെ? വീട്ടില് ഞാൻ പറഞ്ഞില്ലേ PSCക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. എനിക്ക് ഫിസിക്സില് പഠിച്ച വിഷയത്തിൽ കുറെ സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് സെം എക്സാം ഒക്കെ ആയ സമയത്ത് എനിക്ക് ഒട്ടും വയ്യാണ്ടൊക്കെ ആയി. എക്സാമിനൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതായി, കയ്യിൽ നിന്ന് പോയി. അങ്ങനെ എൻ്റെ 1 കൊല്ലം ഈ സപ്ലൈ റൗണ്ട് ചെയ്തെടുക്കാൻ വന്നു. ആ സമയം ഞാൻ PSC പഠിക്കാൻ പറ്റാത്തതൊന്നുമല്ല, പഠിക്കുമായിരുന്നു. അങ്ങനെ PSCക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു PSCക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി അങ്ങനത്തെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് ജോലിയൊക്കെ പോയി. എനിക്കറിയാം എനിക്ക് എന്തായാലും PSC സെറ്റ് ആവില്ല. എനിക്ക് ഒന്നാമത്തെ കാര്യം ഹിസ്റ്ററി പഠിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. PSC എടുക്കണമെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി പഠിച്ചാലേ പറ്റുള്ളൂ. ഈ പഠിക്കുന്ന ഇഷ്ടമല്ല ഹിസ്റ്ററി പഠിക്കുന്നത്. അങ്ങനെ കുറേ കാലം എന്തോന്ന് PSCയുടെ ബാക്കിൽ പോയതുകൊണ്ട് തന്നെ അമ്മ പറയും PSCക്ക് പോകണം, സർക്കാർ ജോലി വാങ്ങിക്കണം, സർക്കാർ ജോലി വാങ്ങിച്ചാലേ കുടുംബം രക്ഷപ്പെടുള്ളൂ, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് മാസം ഒരു 50,000 രൂപ കിട്ടുന്ന ഒരു സർക്കാർ ജോലിയാണെങ്കിൽ പോലും എൻ്റെ കടം തീരാൻ എനിക്ക് ഏകദേശം ഒരു 10 കൊല്ലമെങ്കിലും എടുക്കും. വീട്ടിലുള്ള കടങ്ങളൊക്കെ തീർന്ന് വീടൊക്കെ വെച്ച് വരുമ്പോൾ ഒരു 10 കൊല്ലം എടുക്കും. എനിക്ക് ആ ഒരു ടൈമില്ല. എനിക്കിപ്പോൾ 22 വയസ്സ്, 23 വയസ്സ്. ഓക്കെ, 23 വയസ്സ്. 23 വയസ്സിൽ ഇപ്പോൾ ഞാൻ ഈ ബിസിനസ്സിൻ്റെ ബാക്കി ഒരു 2-3 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് 26 വയസ്സാവും. ഓക്കെ, ഈ 26ാമത്തെ വയസ്സിലാണെന്നുണ്ടെങ്കിലും എനിക്ക് PSC ചെയ്ത ജോലി കിട്ടും. എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. 26ാമത്തെ വയസ്സിൽ ജോലി ഇല്ലെങ്കിൽ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതേപോലെ, അല്ലെങ്കിൽ 25ാമത്തെ വയസ്സിൽ ഓക്കെ. പക്ഷെ ഈ 2 കൊല്ലം ഞാൻ അതിൻ്റെ ബാക്കി കട്ടക്കേക്കും.
എനിക്ക് ഈ 2 കൊല്ലത്തിന് വേക്കെ കട്ടയ്ക്ക് നിന്ന ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 10 കൊല്ലം എടുക്കുമെന്ന്, എനിക്ക് ചിലപ്പോൾ 10 കൊല്ലം എടുക്കേണ്ടി വരില്ല. ഇനി പറ്റിയില്ല, 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ആയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിലും എനിക്കന്ന് 25 വയസ്സേ ഉള്ളൂ. അതിന് ശേഷം ഞാൻ അമ്മ പറയുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ ജോലി 10 കൊല്ലം ചിലപ്പോൾ ഒരു 12 കൊല്ലം അത്രേ ഉള്ളൂ. ഇയാളുടെ അവസ്ഥ ടിപ്പിക്കലി അവര് ഇതേ പറഞ്ഞ പോലെ PSC ആ ഒരു ഇതായിരുന്നു. അതായത് ഡാഡ് ഗവൺമെന്റ് ജോബാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ജോബ് ഒരു സെക്യൂർ ജോബ് എന്ന രീതി ആയിരുന്നു. പിന്നെ എനിക്ക് ഈ ഐഡിയ പറയാന്ന് വെച്ചാൽ കോളേജിലെ 2nd ഇയർ, അതായത് എൻ്റെ ഫാഷൻ ഫീൽഡിൽ ഞാൻ ആദ്യമായിട്ട് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ മനസ്സിൽ വന്ന ചെറിയൊരു പ്ലാൻ ഞാൻ പിന്നെ ചേട്ടൻ്റെ അടുത്ത് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നിന്നും ഇങ്ങനെ വരുന്നു. അതിനുശേഷം ഞാനും ഒരു 1 വീക്ക് PSC പോയി. 1 മന്ത് ഒന്നും 1 വീക്ക് പോയി. 1 വീക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായത് പറ്റൂല. കാരണം എനിക്ക് ഈ സംഭവങ്ങൾ പഠിച്ച കാര്യങ്ങൾ മലയാളത്തിലാകണം. കാരണം മലയാളത്തിലേക്ക് എഴുതാറില്ല. എനിക്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ടായി തുടങ്ങി. ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ PSC പറ്റില്ല എന്ന് വിചാരിച്ചു. പിന്നെ SSCയിലോട്ട് തിരിയാന്ന് വെച്ച്. പിന്നെ അതും പറ്റൂല. പിന്നെ എന്തോ വരട്ടെ തുടങ്ങാം എന്ന് വെച്ചാൽ ഇങ്ങനെയല്ലടാ, എന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ലെന്നുള്ള അവസ്ഥയല്ലേ. പഠിക്കാൻ പാടാന്ന് വെച്ചാൽ പറ്റും, എന്നാൽ ചില കാര്യങ്ങൾ പാടാണ്. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ സാധനം ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് ഇന്റർവ്യൂവിന് പോലും വന്ന എന്തിനാ, നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്ററെ തേടാൻ വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങൾ ഇന്നലെ 12 മണി വരെ ഇത് പഠിച്ചിട്ട് ഇന്ന് 4 മണിക്ക് എണീറ്റ് വരണമെങ്കിൽ അത് ഇൻട്രസ്റ്റ് ആണ്, നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് പോകും. പഠിത്തത്തിന്റെ അല്ല, അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും പറ്റും. അതാണ് ടു ബി ഓണസ്റ്റ്. നമുക്ക് ഇതിലൊരു ഹാപ്പിനെസ് ഉണ്ട്. ഡിസംബർ ഒരു 3K കിട്ടി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നമുക്ക് എല്ലാവരും ചിന്തിക്കുന്ന ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ ഭയങ്കര ഇഷ്യൂസ് ആയിട്ട് കാണും. നമുക്ക് ഇതിലേക്ക് ഭയങ്കര രസമാണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ അടുത്ത പ്രശ്നം. ആദ്യം ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ബിസിനസ് എന്നായിരുന്നു. നമ്മൾ 4 പേര് നമ്മുടെ ബിസിനസ്. അപ്പം ഞാൻ ചെയ്തില്ലെങ്കിൽ അവൻ ചെയ്യും, അവൻ ചെയ്തില്ലെങ്കിൽ ഇവൻ ചെയ്യും. പക്ഷെ എന്നോട്ട് ഇത് എന്റെ ബിസിനസ് എന്ന് നമ്മൾ 4 പേരും പറയാൻ തുടങ്ങി. അന്നോട്ട് പൊളിയാണ് എന്റെ ബിസിനസ്, എനിക്ക് രക്ഷപ്പെടുത്തണം. അവൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും, ഞാൻ ചെയ്തില്ലെങ്കിൽ അവൻ ചെയ്യും, ചെയ്താലേ പറ്റുള്ളൂ. ഒരു ഗെയിം കളിക്കുന്ന ആൾക്കാണ്. ഒരെണ്ണം സോൾവ് ചെയ്യുക, അപ്പൊ ഒരു പ്രോബ്ലം വരും. ആ പ്രോബ്ലം കഴിയുമ്പോൾ അടുത്ത സൊല്യൂഷൻ ചെയ്യും. നമുക്ക് ഇങ്ങനെ ഓരോരോ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴേ ചിലപ്പോൾ ഫുട്ടേജ് മിസ്സാവും. ഫുട്ടേജ് മിസ്സായെന്ന് പറയും. എന്നെ എഡിറ്റർ വിളിച്ചിട്ട് റീസെന്റ് ആയിട്ടാ, ചേച്ചി ഫുട്ടേജ് ഇല്ല ചേച്ചി, കാർഡ് എടുക്കുന്നില്ല. ഞാൻ കുറേ നേരം ശരിടാ പിന്നെ വിളിക്കാന്ന് പറയും. കാരണം ഒന്ന് നിവർന്നെങ്കിൽ വന്നു അപ്പോഴും കണ്ടില്ല. അപ്പൊ തന്നെ മിണ്ടായിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ തപ്പും, എവിടെ പോയാലും എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ഔട്ട് ചെയ്യും. ഇനി സോർട്ട് ഔട്ട് ചെയ്തില്ലെങ്കിൽ ഗസ്റ്റിനെ നിരുപാധികം വിളിച്ച് മാപ്പ് പറയും. അതല്ലാണ്ട് വേറെ നിർവാഹമില്ല. സൊല്യൂഷൻസ് ഉണ്ട്. ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ല, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ പറഞ്ഞ നമുക്കിപ്പോ നന്നായാലും നമ്മുടെ ബിസിനസ് റണ്ണായ നമ്മുടെ ആഗ്രഹങ്ങളാണ് ബിസിനസ് ടോപ്പിലെത്തണം, അത്ര ലെവലിലെത്തണം. അതിന് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പെടാൻ നമ്മൾ കണ്ണടച്ച് കിടന്ന് ഇതിട്ടിട്ട് എനിക്കിപ്പോ അങ്ങനെയല്ല, രണ്ടുപേരും കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും മുണ്ടി കിട്ടും, ഇങ്ങോട്ട് വന്നപ്പോ വിചാരിച്ചു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഞാൻ മറ്റേ പറയുന്നത് ഇന്നൊന്നും വന്നില്ലല്ലോ. കാരണം നമ്മൾ ബിസിനസ് തുടങ്ങിയ സമയത്ത് പൈസ പോയി, അതൊന്ന് സോൾവ് ആയിട്ട് വന്ന് അമ്മേരെ ഒന്ന് ഫണ്ട് കിട്ടി, ഫോൺ വിറ്റപ്പോൾ അപ്പം മാർക്കറ്റിംഗ് ടീമിൻ്റെ അത് പിന്നെയും പോയി. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും സെറ്റ് ചെയ്ത് ഓണത്തിന്റെ ഷൂട്ടൊക്കെ. ഓണത്തിന് ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം, 2ാമത്തെ മാർക്കറ്റിംഗ് ടീം, മോഡൽസ് എല്ലാവരെയും വിളിച്ച് സെറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് എല്ലാം സെറ്റ് ചെയ്തപ്പോൾ ഞാനും ഇവനും വേറൊരു പുള്ളിങ്ങളുണ്ട്, 3 പേരായിരുന്നു. 4 പേരുണ്ടായിരുന്നു, ഒരാൾ പോയി 3 പേരായി. 3ാമത്തെ പുള്ളിക്ക് വയ്യാണ്ടായി. അങ്ങനെ നമ്മൾ 2 പേരും കൂടെ ഒക്കെ എല്ലാവരും എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി. അപ്പം ഷൂട്ടിന് വിളിച്ച മോഡൽസിൻ്റെ അടുത്ത് വരണ്ടെന്ന് പറയണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിൻ്റെ അടുത്ത് വരണ്ടെന്ന് പറയണം. ഒരു പുള്ളി തൃശ്ശൂരിൽ നിന്ന് ഇങ്ങ് വന്ന്, ഒരു മോഡൽ ഇങ്ങ് വന്ന്. അപ്പോൾ പുള്ളിക്ക് സ്റ്റേ കാര്യങ്ങൾ ഷൂട്ട് ഇല്ലാതിരുന്നിട്ട് പോലും നമ്മളതൊക്കെ കൊടുത്ത് പിന്നെ മാർക്കറ്റിംഗ് ടീമിനെ വിളിച്ച് പറഞ്ഞ് പിന്നെ ഒന്നേന്ന് റീഷെഡ്യൂൾ ചെയ്തു. പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നായിരുന്നു, പിന്നെ സൊല്യൂഷൻ കിട്ടി. അത്രേ ഉള്ളൂ. റൺ ചെയ്യും നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൽ പതറാതിരിക്കുക, അതിനെ പാനിക് ആകാതിരിക്കുക. അതായത് പ്രശ്നം വരുമ്പോൾ തന്നെ മറ്റേ പണി വരുന്നുണ്ടാവുള്ളൊരു മൈൻഡ് സെറ്റ് എപ്പോഴും. ഇപ്പം ഇവ എങ്ങനെയാണെന്ന് അറിയുക. പക്ഷെ ഞാനാണെങ്കിൽ പ്രശ്നം വന്നതിന് ആ പ്രശ്നം വന്നത് അത് പതറാൻ കുറച്ച് സമയം കൊടുക്കും. അതെ, അതെന്താണെങ്കിലും അതൊന്നും മൈൻഡിലേക്ക് കേട്ടണ്ടേ, നമുക്ക് വന്നത്. പക്ഷെ ഇത്ര സമയം എപ്പോഴും ഇതിന്റെ ബാക്കിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പതറിക്കൊണ്ടിരിക്കുകയാണ് സമയങ്ങളുള്ളൂ. ഒരു ലിമിറ്റ് ഇട്ടിട്ട് അത്രയും നേരം നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ, അതിനുശേഷം പിന്നെ സൊല്യൂഷൻ. ഇപ്പൊ ഇവർക്ക് എന്താണെങ്കിലും ആദ്യകാലത്തിൽ ഇപ്പം ഉമ്മയൊക്കെ നിർബന്ധിക്കുന്നുണ്ട്, എന്നാലും നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പൊ അവർ ഇപ്പം ഹാപ്പിയാണ്.
ഈ വീട് വെക്കുന്ന കാര്യം ഇതിപ്പം BSc ആയാലും എന്റെ ജോബ് എന്തായാലും പണ്ട് പോലെ ഉള്ള കേസാണ്. അപ്പൊ ഞാൻ അതിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു ഫോൾഡറിനെ സേവ് ചെയ്തിട്ടുണ്ട്, റൂം എങ്ങനെയായിരിക്കണം എന്നൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ കുറെ 3-4 കൊല്ലം തൊട്ട് ഞാനും അമ്മയും കൂടി പ്ലാനിങ് ആണ്. എത്ര റൂം വേണം, എത്ര നില വേണം, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വേണം. അപ്പൊ വീട് വെക്കണം എന്നുള്ളത് എന്റെ അമ്മയുടെ ഭയങ്കര വലിയ ആഗ്രഹമാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ അമ്മയ്ക്കൊരു കുഴപ്പമില്ല. ഇപ്പം അമ്മ ലൈക്ക് എന്റെ മൈൻഡിലോട്ട് കയറി, എന്താന്ന് വെച്ചാ നിന്റെ ഇഷ്ടം, ഫുള്ള് സപ്പോർട്ടാണ്, ഒരു കുഴപ്പമില്ല. ഭാവിയിൽ എടുക്കുവാണെങ്കിൽ കൊച്ചി ആയിരിക്കുമോ ട്രിവാൻഡ്രം ആയിരിക്കുമോ ചൂസ് ചെയ്യുന്നത്? രണ്ടും മേജർ സ്പോർട്സ് ആണ്. ലൈക്ക് ബിസിനസ്സിനാണോ? നമുക്ക് അങ്ങനെ എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ മേ ബി ഫസ്റ്റ് തുടങ്ങിയ ട്രിവാൻഡ്രം ആയിരിക്കും. കാരണം നമുക്ക് ഈസി ടു ട്രാവലിംഗ് കാര്യങ്ങളായതുകൊണ്ട് മാത്രം. സ്വന്തം നാട് ഭയങ്കര ഡിഫിക്കൽട്ട് ആ ഒരു ചോദ്യം. കാരണം നിങ്ങൾക്കിപ്പോ മേ ബി ഒരു ഇൻവെസ്റ്റർ വന്നിട്ട് നിങ്ങളോട് പറയുവാണ് നമുക്ക് കൊച്ചി പോലൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക്? നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏതാണ് പറ്റും. എന്റെ ഇതൊരു ബിസിനസ്സാണ്. അപ്പൊ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയ ശേഷം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു തീരുമാനം ഫൈനലായി അങ്ങനെ എടുക്കാറുള്ളൂ. പക്ഷേ ലൈക്ക് മെജോറിറ്റി നമ്മൾ ട്രിവാൻഡ്രം ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ട്രാവൽ എന്നൊരു സംഭവം ഉള്ളതുകൊണ്ട്. അല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് എടുക്കാൻ കൊച്ചിയാണ് ഓപ്പർച്യൂണിറ്റി, കൊച്ചി ആയിരിക്കും. അത് എന്റെ ഡിപ്പെൻഡിങ് ഓൺ ബിസിനസ്. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കൊച്ചിയിൽ ഇടണം എന്നുള്ളതായിരുന്നു നമ്മൾ തുടക്കം തൊട്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? പോയില്ല, ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് അടുത്ത് വീണ്ടും ബ്ലിങ്കിറ്റ് ഡെലിവറി. ഇത് കഴിഞ്ഞിട്ട് ഇന്നും ബ്ലിങ്കിറ്റ് ഫണ്ട് റോൾ ആവണല്ലോ. ഫണ്ട് റോൾ ആവും തീർച്ചയായിട്ടും. ഐ ഹാറ്റ്സ് ഓഫ് യു. കാരണം നമ്മൾ ബ്ലിങ്കിറ്റ് പണ്ടത്തെ പോലെ ഭയങ്കര അത് ടഫാണെന്നാണോ? അല്ല, ഞങ്ങൾ കയറിയ സമയത്ത് ഇത്രയും കഷ്ടപ്പാടില്ല. അതായത് ഇവര് പെർ അവറിനാണ് ഡെലിവറിക്ക് പേയ്മെന്റ് ആയിരുന്നു. ഓക്കെ, അത് 2 ഓർഡർ എടുത്താലും 3 ഓർഡർ എടുത്താലും ഇപ്പോൾ ഒരു പെർ അവർ 100 rupees എന്നൊക്കെ ഒരു 80 to 100 അങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ 2 ഓർഡർ എടുത്താലും നമുക്ക് തുടങ്ങിയ സമയത്തൊക്കെ ഓർഡർ കുറവായിരുന്നുകൊണ്ട് 2 ഓർഡറൊക്കെ കിട്ടുള്ളൂ പെർ അവർ. അപ്പോൾ 100 rupees 50-50 കിട്ടും. ഇപ്പം 3 ഓർഡർ വരും. ഓർഡർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പേയ്മെന്റ് കൂടുതലല്ലേ വരേണ്ടത്. പക്ഷെ 3 ഓർഡർ ആയാലും ഈ 100 രൂപ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഓരോ ഓർഡർ നമ്മൾ അഡീഷണലി പെട്രോളൊക്കെ ചിലവാക്കി പോകണം. എൻ്റെ അവസ്ഥ മാത്രമല്ല, ഈ സാധനത്തിന് ഇറങ്ങുന്ന എല്ലാവരെയും അവസ്ഥ ഇതാണ്. പെട്രോളിന് മറ്റേ E20 ഒക്കെ ചേർത്ത് മൈലേജ്. ഗിഗ് വർക്കേഴ്സ് ചെയ്തായിരുന്നു. അത് മെയിൻലി പേയ്മെന്റ് ഇഷ്യൂ ഉള്ളതാണ്. ഞാൻ ബ്ലിങ്കിറ്റ് പോകുന്നു. പിന്നെ ഇന്നലെ ക്യാമ്പസിൽ, കാര്യവട്ടം ക്യാമ്പസിൽ പഠിപ്പിക്കാൻ പോയിരുന്നു. മോഡലിംഗ് പഠിപ്പിക്കാൻ പോയിരുന്നു. ലൈക്ക് എന്റെ ജൂനിയേഴ്സ് ആയിരുന്നു. അങ്ങനെ പോയത്. അങ്ങനെ പിന്നെ അല്ലാണ്ട് ഇതൊക്കെ തന്നെ വർക്ക്സ് കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും ഒരു മേഖല ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ, ഇപ്പൊ ബിസിനസ് അല്ല, വേറെ എന്തെങ്കിലും ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ? പാട്ടുകാരനെ നല്ല രീതി പാടും. പാടും കാണിക്കത്തില്ല, ലൈക്ക് നമ്മളിങ്ങനെ പുഷ് ചെയ്ത് പുറത്ത് കാണിക്കത്തില്ല. പാടും ഇങ്ങനെ പറഞ്ഞു പാടും. മറ്റേ ജാടയാണല്ലോ ഇങ്ങനെ. ജാടയല്ല, മടി. ഇനി മടിന്ന് ഞാൻ പറയണ, ലൈക്ക് ഞങ്ങളുടെ ഭാഷയിൽ ജാട, മടിയൊന്നുമല്ല. ജാടയല്ല. പിന്നെ എന്താ സംഭവം? എന്താന്ന് വെച്ചാലേ, ഇപ്പം ഞാൻ പാടൂലെന്ന് പറയില്ല, പാടും. പക്ഷെ ഞാൻ നല്ലൊരു പാട്ടുകാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അത് എന്റെ പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ ഇവനത് ഭയങ്കര വലുതായിരിക്കും. അപ്പൊ എനിക്ക് തന്നെ തോന്നും, ലൈക്ക് ഓരോരുത്തർ പാടുന്നതൊക്കെ കേൾക്കുന്ന കാണുമ്പം അപ്പോ അത് വെച്ച് നോക്കുമ്പോ അപ്പോ ഇത്രയേ ഉള്ളൂ ഞാൻ. ഓക്കെ, ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഞാൻ പാടൂല എന്ന് പറയുന്നില്ല. എന്നാൽ ഭയങ്കര വല്ല പാട്ടാണെന്ന് വെച്ചാൽ അല്ല. എന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടും, കമ്പോസ് ചെയ്യും. കമ്പോസ് ചെയ്തിട്ട് അത് ലൈക്ക് ഇപ്പൊ ഞാൻ ഒരു പ്രൊഡ്യൂസറിനെ നോക്കി നടക്കുന്നുണ്ട് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് മിക്സിങ് മാസ്റ്ററിങ് അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഇതിനൊക്കെ ആയിട്ട് ആൾക്കാരെ നോക്കി നടക്കുന്നുണ്ട്. ബിസിനസിന്റെ ഇടയിൽ കൂടെ ഞാൻ അതിനും കൂടി ഒരു ഫണ്ട് കണ്ടെത്താൻ എൻ്റെ കയ്യിൽ കറന്റ് ഇല്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ, ഇപ്പൊ എന്നെ പോലെ ആഗ്രഹമുള്ള ഈ മാസ്റ്ററിങ്ങും മിക്സിങ്ങും ഓർക്കസ്ട്ര ഒക്കെ ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ കാണും. പക്ഷെ അവർക്ക് ബഡ്ജറ്റ് ഇല്ല. അങ്ങനെയുള്ള ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കഴിവുള്ള ഇല്ലെങ്കിൽ ക്ലിക്ക് ആവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു ടീമായിട്ട് സെറ്റ് ചെയ്യാന്നൊക്കെ ഉള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം സെറ്റ് ആയി കഴിഞ്ഞാൽ ഓൾറെഡി പാട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനെ ഡെഡിക്കേറ്റ് ചെയ്ത് എഴുതിയ പാട്ടാണ്. എനിക്ക് അങ്ങനെ എന്തെങ്കിലും കഥ എൻ്റെ ലൈഫിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉള്ള കഥകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ വെച്ച് ഞാൻ പാട്ടാക്കും. അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. 2ാമത്തെ പാട്ട് ഞാൻ ഒരു താരാട്ട് പാട്ട്, അത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. 3ാമത്തെ പാട്ട് എൻ്റെ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, പുള്ളി സൂയിസൈഡ് ചെയ്തു. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു സാഡ് സോങ് ആയിട്ട് തോന്നത്തില്ല, എന്നാലും ഒരു ഫണ്ണായിട്ടുള്ളൊരു സോങ് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് 4-5 പാട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നേരെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യും.
ടൈമില്ല. ഇത് ഉണ്ടാവും, നമ്മളൊരു അത് വരും, ഞാൻ പറഞ്ഞില്ലേ ചിലത് ഉടനെ വരും. ഉണ്ടാവും. അപ്പം ഒരു പാട്ട് പാടിത്തരാമോ? ചുമ്മാ ഞാൻ എഴുതിയ പാട്ട് പാടിക്കും. ഫുള്ള് 5.5 മിനിറ്റ്. 2 മിനിറ്റ് ഉള്ളത് കുഞ്ഞു സാധനം പാടി. ഫസ്റ്റ് പുറത്ത് പാടുന്നത് എനിക്ക് തോന്നുന്നു. കോളേജ് അല്ലാണ്ട് കോളേജിലൊക്കെ ഇരുന്നിട്ട് മൂളിപ്പാട്ട് പാടുന്ന അല്ലാണ്ട് ഈ പാട്ട് അങ്ങനെ ആരും കേട്ടിട്ടില്ല. എനിക്ക് പരിചയമുള്ള, എനിക്ക് ഭയങ്കര കോസായിട്ടുള്ളവർ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഓക്കെ. കാതങ്ങൾ അറിയാതെ ഓർമ്മകൾ തൻ വഴിയിൽ ആരോടും മിണ്ടാതെ ഏകനായെന്നു ഞാൻ. അരികിൽ വന്നു പ്രിയ സഖിയേ നീ, അകലേക്കു മാഞ്ഞതിൻ്റെ. അരികിൽ വന്നു പ്രിയ സഖിയേ നീ, അകലേക്കു മാഞ്ഞതിൻ്റെ. അറിയാനായി നീ എന്നാൾ എന്നോടായി ചൊല്ലിയ കഥകൾ ചിരി തൂകി കൈകോർത്ത് നാം ഒന്നായി നടന്ന വഴികൾ മറന്നിടല്ലേ. പാടി അങ്ങനെ ഓക്കെ. എന്താണെങ്കിലും സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തല്ലേ? അടിപൊളിയായിട്ടുണ്ട്. മീൻസ് ഞാൻ ആ വരികളിലേക്കായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പറഞ്ഞില്ലേ പാടുന്ന് പറഞ്ഞത്, ഇതാണ് പാടും. കയ്യിൽ നിന്ന് ഇടക്കിടക്കൊക്കെ പോയില്ലേ? അത് മനുഷ്യനെല്ലാം തികഞ്ഞവൻ ഇല്ല കുഞ്ഞ ഇവിടെ. എല്ലാവരുടെയും നിത്യമായ സാധകം. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, നീ ജനിച്ചപ്പോഴേ ബിസിനസ് ചെയ്തല്ലല്ലോ വന്നു. സോ വീഴ്ചകൾ ഉണ്ടാവും, അതിൽ നിന്ന് ഉണ്ടാക്കുക, ഒരു ഇതുണ്ടായാൽ മതി. പിന്നെ ഞാനിപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്നെ എന്ത് പറഞ്ഞായിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ്? ഞാനിവിടുത്തെ നിങ്ങളുടെ ഇതിൽ ഫണ്ട് ചെയ്യണം, ഞാനൊരു ഇൻവെസ്റ്ററാണ്, എന്നെ നിങ്ങൾ എങ്ങനെയായിരിക്കും വലയിലാക്കുന്നത്? മനസ്സിലായി? ടു ബി ഓണസ്റ്റ് നമ്പർ വെച്ചായിരിക്കും, പിന്നെ ഫ്യൂച്ചർ പ്രൊജക്ഷൻ വെച്ചായിരിക്കും. മെയിൻലി പ്രോപ്പർ പ്ലാൻ എനിക്കിപ്പം വീഡിയോയുടെ മുന്നേ ലൈക്ക് പറയുന്നതിന് ഒരു ഇതുണ്ടല്ലോ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് പിച്ച് ചെയ്തപ്പോൾ, ഫസ്റ്റ് ഇൻവെസ്റ്ററിനെ പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ല, നമ്മളെ പ്രൊജക്ഷൻ ഇല്ല, ജസ്റ്റ് ഒരു എനിക്ക് PDF പ്രസന്റേഷൻ അല്ലേ, ഞാൻ തന്നെ ക്യാൻവയിൽ എന്തോ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ലാപ്പിൽ, അതായത് ഒരു ജസ്റ്റ് ബേസിക് ലാപ്പിൽ ഞാൻ ക്യാൻവ വെച്ചൊരു പ്രസന്റേഷൻ ഞാൻ സ്വന്തമായിട്ട് അങ്ങ് ചെയ്തു. ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത്, ഞാൻ തന്നെ പിക്ക് ചെയ്തിട്ട് അത് വെച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പുള്ളിനെ കൺവിൻസ് ചെയ്യാൻ പറ്റി. പുള്ളിക്കാരൻ നമ്മളത് പറഞ്ഞു ഇങ്ങനെ എല്ലാ പിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്പേഴ്സ് ഇല്ല അതിനകത്ത്. ബട്ട് ദ പ്ലാൻ ഈസ് ഭയങ്കര നൈസാണ്. അതായത് ഞാൻ പറഞ്ഞ ഫാഷൻ്റെ ഒരു എംപയർ. നമ്മൾ ജസ്റ്റ് കാണുന്നൊരു തുണിക്കടയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ഇതല്ല. ഫാഷൻ എന്താണ്, ലൈക്ക് ഒരു യുണീക്ക് ഫാഷൻ എങ്ങനെ കൊണ്ടുവരാം എന്ന രീതിയിലും അതിന് നമുക്കുള്ളൊരു മാർക്കറ്റ് ഗ്യാപ്പ്, സ്കോപ്പ്, കാര്യങ്ങൾ എന്ന രീതിയിലായിരിക്കും ഞാൻ എന്തായാലും ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നുന്നൊരു 5 ഇയറിന് ശേഷം വരെയുള്ള പ്ലാൻ, ഇനി അത് എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യാം എന്ന രീതിയിലാണ് ഞാനിത്. അതായത് കാരണം കോളേജ് സെക്കൻഡ് ഇയർ തൊട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. പിന്നെ ഈ പറയുന്ന ഓരോരുത്തർ വന്ന് ഡിസ്കസ് ചെയ്ത് വരുന്നു. പിന്നെ ലൈക്ക് ഈ പാർട്ട്നേഴ്സ് അല്ലാണ്ട് കുറെ ഫ്രണ്ട്സ് കാര്യങ്ങളുണ്ട്, അവരുടെ സംസാരിക്കുന്നു, പുറത്ത് സംസാരിക്കുന്നു. പ്രോപ്പർ പ്ലാൻ അല്ല, നമ്മളിങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് അവിടെ ഡെവലപ്പ് ചെയ്യുന്നൊരു ബിഗ് പ്ലാനാണ്, ബിഗ് പ്രൊജക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. യൂഷ്വലി ഇവിടെ തുടങ്ങണം എന്നുള്ളതായിരിക്കും, ഇല്ലെങ്കിൽ തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ പിച്ച് ചെയ്യുന്നത്. ഞങ്ങൾ പിച്ച് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തുടങ്ങി, അതെങ്ങനെ പോയി, എവിടെ കൊണ്ടെത്തിച്ച്, എന്നിട്ട് അതിനെ എവിടെ നിന്ന് എങ്ങനെ ആ ഒരു കംപ്ലീറ്റ് പ്ലാനായിട്ടാണ് ഫസ്റ്റ് ഇൻവെസ്റ്ററിൻ്റെ പോകുന്നത്. പുള്ളി പറഞ്ഞൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരാൾ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്. തുടങ്ങുക എന്നുള്ളതല്ല, അതെങ്ങനെ റൺ ചെയ്യും ഫ്യൂച്ചറിലോട്ടുള്ള കാര്യം. അന്ന് നമ്മളെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്, ഒരു സെയിൽ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു നേരത്തെ ഏതു പറഞ്ഞു, പുള്ളിക്കാരൻ ജസ്റ്റ് ഒരു ഇത് പറയുന്നു, 4-5 എൻക്വയറീസ് വരുന്നു, ഇതിനപ്പുറമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഇനി AI ജനറേറ്റഡ് പിക്ക് എന്തോ മാത്രം, അത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചെക്ക് ചെയ്ത ഏറ്റവും താഴെ കിടപ്പുണ്ട്, ആ ഇമേജ് മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് നമ്മൾ. പുള്ളിക്കാരൻ ലൈക്ക് ഒരു പ്രീമിയം ജിം ബ്രാൻഡൊക്കെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണ്, ഇൻവെസ്റ്റ് ചെയ്തൊരു പുള്ളിക്കാരൻ. അതായത് ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ നമ്മൾ ഈ പ്ലാനിലാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ അതിലാണ് നമ്മളെ പോസിറ്റീവായിട്ട് പറഞ്ഞത്. ഇതിന് നമുക്ക് നമ്പേഴ്സോട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ് കിട്ടുമെന്നാണ് നമ്മളെ വിശ്വാസം. ഷുവറായിട്ട് കിട്ടും, കാരണം മെയിൻലി പ്ലാനിലായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്, നമ്പേഴ്സ് ഫോക്കസ് ആയിട്ട്. എന്താണെങ്കിലും അതൊരു
നല്ല മൂവ് ആവട്ടെ, ലൈഫിൽ സക്സസ് ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, കാരണം കഷ്ടപ്പെടാനുള്ള സ്മാർട്ട് വർക്കും ഉണ്ട്. നിങ്ങൾ സ്മാർട്ട് വർക്ക് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഇല്ല എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്, അതൊന്നും കാണാണ്ടാണ് നമ്മൾ ഇല്ല എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി അതുപോലെയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ സക്സസ് ആവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്റർവ്യൂ തരണം, മറ്റു 4 പേരോട് മറ്റു 2 പേരോട് തന്നെ അന്വേഷണം പറയണം. നമ്മൾ ഇന്ന് കോയിൻസിഡന്റ് ആണ് മീറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു നിങ്ങളെ പോലെ ഒരു സാധാ സീരിയസ്ലി ഞാൻ കോയിൻസിഡന്റ്, കാരണം ഞാനത് 0 ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങിയതാണ്. നോ പാർട്ട്നേഴ്സ്, നത്തിങ് ഈസ് ദേർ, ഒറ്റയ്ക്കാണ്. അപ്പൊ എന്താണെങ്കിലും സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. എനിക്കിത് തുടങ്ങിയപ്പോൾ ഭയങ്കര ടെൻഷൻ, ഞാൻ ഭയങ്കര ടെൻഷൻ കുഞ്ചുമായിരുന്നു. അപ്പൊ ഞാൻ എടാ ഞാൻ എന്ത് ചെയ്യും, ഇത് വീഡിയോ ഓടിയില്ലെങ്കിൽ നഷ്ടം വന്നാൽ എന്ത് ചെയ്യും. അപ്പൊ അവനോട് ഫസ്റ്റ് ചോദിച്ചൊരു ചോദ്യമാണ്, ഇപ്പൊ നിനക്ക് എന്തുണ്ട്? ഒന്നുമില്ല. ഇനിയിപ്പോ നീ വീണാൽ എന്തുണ്ട്? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ. അല്ലല്ലോ, ഓൾറെഡി ഞാൻ ഈ അവസ്ഥ അനുഭവിക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ലാത്ത അവസ്ഥ ഞാൻ അനുഭവിക്കുന്നുണ്ട്. വീണാൽ ഈ ഒന്നുമില്ലാത്ത അവസ്ഥയിലല്ലേ? അതേ അവസ്ഥയിൽ തന്നെയാണ്. എന്റെ നഷ്ടപ്പെട്ട 3 കോടി പോയി 5 കോടി അത്രേ ഉള്ളൂ. ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, ഞങ്ങൾ ഇതുവരെയുള്ള ഗ്രോത്ത് ഒരുപാട് കഷ്ടപ്പാട് എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേരെ ഞങ്ങളെ സഹായിച്ചു, പ്രതീക്ഷിച്ചവരും പ്രതീക്ഷിക്കാത്തവരും സഹായിച്ചു. ഇതേപോലെ തന്നെ ഞങ്ങൾ ഒരുപാട്, അതായത് മെയിൻലി ഫ്രണ്ട്സ് ആവട്ടെ, അതേപോലെ സ്ട്രേഞ്ചേഴ്സ് ആവട്ടെ, ആരോട്ടെ, നമുക്ക് എല്ലായിടത്തും ഒരു നന്ദി പറയാണ്ട് ഇനിയും കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് കറന്റ് 3 പേജുണ്ട്. ഒന്ന് മുഹമ്മദ് തൗഫീഖ് എന്ന് പറയുന്ന എൻ്റെ വ്ളോഗ് പേജും, VR വെൽബസോറസ് എന്ന് പറയുന്ന മാർക്കറ്റിങ്ങിനും കാര്യങ്ങൾക്കുമായിട്ട് യൂസ് ചെയ്യുന്ന പേജും, വെൽബസോറസ് എന്ന് പറയുന്ന നിങ്ങളുടെ മെയിൻ പേജ്. ഓക്കെ, പ്രൊഡക്റ്റ് കാര്യങ്ങൾ കാണാൻ വെൽബസോറസ് എന്ന് പറയുന്ന പേജും, മാർക്കറ്റിംഗ് വീഡിയോസ് ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് പേജിലായിരിക്കും. VR വെൽബസോറസ് എന്ന് പറയുന്ന പേജിലായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് കസ്റ്റമൈസ് ചെയ്യാനോ അല്ലാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പേജിൽ ഒരു ഹായ് അയക്കുക, റിക്വയർമെൻറ്റ്സ് പറയുക, ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെടും. അപ്പോൾ എന്താണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുക, സക്സസ് ആയിട്ട് വരട്ടെ. എല്ലാവിധ ഇതും നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടേ തരും. താങ്ക് യു. താങ്ക് യു. താങ്ക്സ്.